ചെരുപ്പിട്ടതാണ്. ചെരുപ്പ് കൊട്ട വെയിലത്ത് വീട്ടിലെങ്ങാണോ കിടന്നുറങ്ങാനുള്ളതിന്. കൈലിയൊക്കെ എടുത്തുകൊണ്ട് നിന്ന നിൽപ്പിൽ നമ്മുടെ ജോസ് പറയുന്നില്ല, അയ്യോ എന്നെ എടുക്കരുത്, ഞാൻ കൈലി കൊടുത്തേക്കുന്നീന്ന്. അല്ലെങ്കിൽ പറയാൻ വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഞാൻ മുടി ചീവിട്ടില്ല, എന്റെ ഡ്രസ്സ് പന്നല, എന്റെ ഷർട്ട് പന്നല. ദൈവദോഷം പറയില്ലേ ജോസ്? എല്ലാവർക്കും അറിയാം ഞാൻ കള്ളം പറയത്തില്ലെന്ന്. എനിക്കല്ലേ അറിയാം. അയ്യടാ മോനെ, എല്ലാവർക്കും അറിയാം ഞാൻ അനാവശ്യമായിട്ട് അങ്ങനെ കള്ളമൊന്നും പറയത്തില്ല. അപ്പൊ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? ആയുധങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, കൊടുവാൾ എടുത്തിട്ടുണ്ട്, പ്രൂണർ എടുത്തിട്ടുണ്ട്, ഫോറസ്റ്റിലോട്ട്. അപ്പൊ നമ്മള് 2-3 ദിവസമായിട്ട് പെൻഡിങ് വെച്ചേക്കുക കേട്ടോ. ഇന്നും ഞാൻ പറഞ്ഞ വേണ്ട ദിവസം നാളെ പോവാം, വണ്ടി വരുന്നു അപ്പുറത്തുനിന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു നാളെ പറഞ്ഞ ദിവസം ഇന്ന് പോണ്ട. അപ്പൊ ഇന്നലെയും ചെല്ലുമെന്ന് പറഞ്ഞിട്ട് പോയില്ല. അപ്പൊ എവിടെ പോന്നേന്നല്ലേ കാണിക്കാം, വഴിയാ കാണിക്കാം. നമ്മളിപ്പോൾ നെല്ലിക്കുന്ന റോഡിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നെല്ലിക്കുന്നം റോഡ്. നെല്ലിക്കുന്നം ജംഗ്ഷനിലെത്തി. മൂൺലൈറ്റ് ബസ്. നാല് മണിക്ക് ജോസിന് കട തുറക്കണം. അതിന് മുമ്പ് പെട്ടെന്ന് എത്തണം. അതിന് മുമ്പൊക്കെ വരത്തില്ലേ? 4 മണി കഴിയുമെന്ന് തോന്നുന്നു. വടയും ചായം കുടിക്കുവാണെങ്കിൽ സമയം പോകും. അപ്പം നമ്മള് നമ്മുടെ എത്തേണ്ട സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 10 മിനിറ്റ് യാത്രയില്ല ഇങ്ങോട്ടേക്ക്. ചിലർക്കെങ്കിലും മനസ്സിലായി കാണും എങ്ങോട്ടാ പോകുന്നതെന്ന്. താകണ്ടേ വീട് കണ്ടു. ഇവിടേക്കാണ് ഞങ്ങൾ വന്നത്. നേരത്തെ അവിടെ കയറ്റിയിടാ. ഇതോടൊക്കത്തില്ല, ഞാൻ നോക്കിയില്ല. ഞാൻ ഇറങ്ങട്ടെങ്കിൽ അങ്ങോട്ട് കയറ്റിയിടാം. ജോസന്റെ ബ്രദറിൻ്റെ വീട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വാടകയ്ക്ക് ആളുണ്ട്. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു മുരിങ്ങയ്ക്കൊക്കെ ഉണ്ട്, അവർക്കും പറിക്കുന്നതിന് പരിധിയില്ലേ. അകത്തോട്ട് കാണും, ഞാനിത്രയേ കാണുന്നുള്ളൂ. ഈ പേരയും ഞങ്ങളുടെ പേരയും ഒരുമിച്ച് വെച്ചതാണ്. ഞങ്ങളുടെ പേര ഇപ്പോഴും വെച്ച കണക്കിരിപ്പുണ്ട്. കിലോ പേര ഭയങ്കര മധുരമാണ് കേട്ടോ. ഇടയ്ക്ക് 1-2 പ്രാവശ്യം 2-3 പേരയ്ക്ക ദിവസം കൊണ്ടുവന്നായിരുന്നു. പിന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഓമയ്ക്ക നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല മുട്ടേന ഓമ പഴുക്കാറായി നിൽപ്പുണ്ട് 2 എണ്ണം. വെയിൽ കാരണം എനിക്ക് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ സൂം ചെയ്തത് ഓമയ്ക്കയാണെന്ന്. കൊട്ട വെയിലല്ലേ, എനിക്ക് കാണുന്നില്ലൊന്നും. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല അങ്ങനെ ചെയ്തേന്. എനിക്കങ്ങനെ അറിയാം ആളുണ്ടോന്ന്. ഗേറ്റ് പൂട്ടത്തില്ലെന്നാണോ പറഞ്ഞേ? തുറന്നു നോക്ക്. അതില്ലെന്ന് തോന്നുന്നു, ഗേറ്റ് തുറന്നിട്ടേക്കാന്ന് പറഞ്ഞായിരുന്നു. കറിവേപ്പിന് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടോന്ന് തോന്നുന്നു. കറിവേപ്പ്, മാവ്, ഇതൊക്കെ ഒരു വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ മാവും ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന മാവും ഒരുമിച്ച് നട്ടതാണ്. പേര ഞങ്ങൾക്ക് വെയിലില്ലാത്തത് കൊണ്ടായിരിക്കാം ഒട്ടും പിടിച്ചു വന്നില്ല ഞങ്ങളുടെ പേര. ഇത് നന്നായിട്ട് കയറി വന്നു. നല്ല മധുരമാണ്. വേണ്ട ഒരു പേരയ്ക്കുണ്ട്. ചിക്കു മരം, ചിക്കുവിനകത്തും പിടിച്ചിട്ടുണ്ട്. വേണ്ട കാറ്റ്. അപ്പോൾ അതാണ്ട് പ്ലാവിൻ്റെ അത്യാവശ്യം അവർ കൊമ്പ് വെട്ടിക്കളഞ്ഞിട്ടുണ്ടേ. ഉണ്ട്, അതുകൊണ്ട് മൂട് നല്ലപോലെ കയറി വരുന്നുണ്ട്. അത്യാവശ്യം കൊമ്പ് കളഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ കിട്ടുകയും തന്നെ നല്ലതായിരുന്നു. അതെ, നമ്മൾ വെട്ടിക്കളയണം. അവര് ഇങ്ങോട്ട് നിന്നതാ വെട്ടിയത്. ഞാൻ പറഞ്ഞു
പ്ലാവ് നന്നായിട്ട് പടർന്നു കിടക്കുക. ആ മണ്ട എന്നും കോതിയായിരുന്നെ അങ്ങ് മണ്ടയിലോട്ട് പോകത്തില്ലായിരുന്നു. ഈ മാവ് നല്ലപോലെ പൂത്തു. അതെ, ഇവിടെ എന്നെ അറിയിക്കണേ. കഴിഞ്ഞ വർഷം അതിന്റെ അങ്ങേ വർഷം കണ്ട് ഞാൻ വന്ന്. വിശേഷം എന്തുകൊണ്ട്? പിള്ളേരൊക്കെ വരുമോ? മുറ്റി മുരിങ്ങയ്ക്ക. അതായത് പറഞ്ഞു എന്നെ പഠിപ്പിക്കും. ഈ മതിലിന്റെ മണ്ട കയറി പറിക്കാന്നുണ്ടെ പറിക്കണം. അപ്പൊ കുറേ ദിവസമായിട്ട് അവര് പറയുന്നുണ്ട് മുരിങ്ങയ്ക്ക പറിച്ചുകൊണ്ട് പോകണേ, മുറ്റി പോകുന്നുണ്ടെന്നേ. എനിക്ക് തോന്നുന്നു താഴത്തെയൊക്കെ അവര് പറിച്ചു കാണും, മേളോട്ട് എത്തില്ലല്ലോ. പിന്നെ എന്റെ വീട്ടില് കുഞ്ഞിലെ ഈ മുരിങ്ങയ്ക്ക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പപ്പ എങ്ങനെയാണെന്ന് വെച്ചാല് ആ മരം മൊത്തത്തിലങ്ങ് കുലുക്കുമ്പോ പടപടപടേതാണ് വീഴുന്നത്. ഇത് അങ്ങനെ ചെയ്യാനും വാക്കില്ല. പിന്നെ ഒരു വിധത്തിൽ ദിവസം ആ മതിലിന്റെ മണ്ടയിലൊക്കെ കയറി ആ തോട്ടി വെച്ച് കുറച്ചൊക്കെ കുലുക്കി പറിച്ചിട്ടു. അപ്പം അടുത്തുള്ള 2 വീടുകളിലും കുറച്ച് കൊടുത്തു. ഓമയ്ക്ക വേണോന്ന് ചോദിച്ചിട്ട് അതും കൊടുത്തു. ഓമയ്ക്ക നല്ല മുട്ടൻ ഓമയ്ക്കയാണ്. തറ വീണത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ കറി വെക്കാനാ കൊണ്ടുവന്നതെന്നെങ്കിലും ഇടയ്ക്ക് നല്ല അധികം വിളയാത്തതാണ് ഞാൻ കുത്തിയിട്ടതും. പക്ഷെ വീട്ടിൽ വന്നപ്പോ 2ന്റെ അന്ന് തന്നെ അത് പഴുത്തു. ഈ മുരിങ്ങ ഒന്ന് വെട്ടിവിട്ടാ നല്ലതായിരുന്നു, പക്ഷെ അത് നമുക്ക് പറ്റില്ല. വലിയ തോട്ട എങ്ങാനും ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ച് ഒടിച്ചിട്ടാല് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് എളുപ്പമാണ് പറിക്കാനായിട്ട്. പക്ഷെ ഇത് മണ്ടയിലോട്ട് അങ്ങ് കയറി പോകുന്നതേ ഉള്ളൂ. പ്ലാവ് അത്യാവശ്യം നന്നായിട്ട് പന്തലിച്ച് കിടക്കുവാണ്. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം കായ്ക്കുമായിരിക്കും. അതോ ഇനി വളമൊന്നും ഇട്ട് കൊടുക്കാത്തോണ്ടാണോ? നമ്മുടെ വീട്ടിലെ പ്ലാവും ഇത് ഒരുമിച്ച് വെച്ചതാ, പക്ഷെ കായ്ച്ചിട്ടില്ല. വീട്ടിലെ പ്ലാവിനേക്കാളും നല്ലതായിട്ട് വളർച്ചയും പന്തലിച്ച് കിടക്കുന്നത് ഇവിടുത്തെയാണ് കേട്ടോ. റോഡ് സൈഡാണല്ലോ, നല്ല വെയിലും കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ വീട്ടിലെ പ്ലാവ് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ പകുതി പോലും ഇല്ല. ഞാൻ എന്നും പോയി നോക്കും അത് എന്തെങ്കിലും കാ വരുന്നുണ്ടോ. 3 വർഷം കഴിഞ്ഞു. ആക്ച്വലി വിയറ്റ്നാം മേർലി 3 വർഷം കഴിയുമ്പോൾ കായ്ക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഇതുവരെ ഞങ്ങളതും കായ്ച്ചില്ല, ഇതും കായ്ച്ചില്ല. ഞാൻ എനിക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം വീട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതുപോലെ അത്യാവശ്യം ഉണ്ടെങ്കിലല്ലേ വരൂ. അങ്ങനെ ജോസൻ മരം കയറി മത്തായി. സമയം 4:45. ജോസന്റെ കട 4 മണിക്ക് തുറക്കേണ്ടതാ. തുറന്നു കിടക്കുക കട. ഞാൻ അകത്തുണ്ടെന്നും പറഞ്ഞ് ഇനി ആരൊക്കെ വന്ന് വിളിച്ചു കൂവി കാണൂ. ഇനി എനിക്കൊരു ചായ കുടി. കട ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഷട്ടർ താത്തിട്ടില്ല. ജസ്റ്റ് ആ ഗേറ്റ് കൂട്ടിയേച്ച് ഞങ്ങളിങ്ങി വന്നതാണേ. അപ്പം അകത്ത് ആളുണ്ടെന്നും പറഞ്ഞ് ഈ കൊച്ചുങ്ങള് ഗേറ്റിന്റെ അവിടെ വന്നിട്ട് ആന്റിയേ ജോസായോന്ന് വിളിക്കും. കാരണം ചില സമയത്ത് ഞാൻ അർജന്റായിട്ട് അച്ചാറിട്ടുണ്ടെന്നാണ് ഇരിക്കുവാണെങ്കിൽ ജോസാന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും വിളിച്ചാൽ വരാൻ പറ്റില്ലല്ലോ. ഞാൻ പറയും ഗേറ്റ് അങ്ങ് പൂട്ടിയേച്ച് പോണേന്ന്. അത് കുറച്ച് പിള്ളേർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഗേറ്റ് പൂട്ടിയാലും ഞാൻ അകത്തുണ്ടെന്നും പറഞ്ഞ് ഇവര് വിളിക്കും. എന്നാൽ സാധാരണ ഒരു കോമൺ സെൻസ് ഗേറ്റ് പൂട്ടിയാൽ നമ്മൾ കട തുറക്കാൻ വേണ്ടിയല്ല, എന്തെങ്കിലും അർജന്റ് കാണും, ഇത്തിരി കഴിഞ്ഞേ തുറക്കത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കാണുമെന്ന് ഊഹിക്കാം. കാരണം കട തുറക്കാനാണെങ്കിൽ നമ്മൾ തുറന്നിടുമല്ലോ, ഗേറ്റ് പൂട്ടില്ലല്ലോ. കൊച്ചുങ്ങൾക്ക് അതൊന്നും ചിന്തിക്കാനുള്ള സെൻസ് ഒന്നും ഇല്ല. കാണുന്നതാണ് ഓടനാവട്ടം ഓമനക്കുട്ടൻ. ഒരിടയ്ക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായിരുന്നു ഓടനാവട്ടം ഓമനക്കുട്ടൻ. വയറ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, വേറൊന്നുമില്ല. രാവിലെ തൊട്ടേ പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ സ്ഥിരമാണ്. രാവിലെ വരും. നേരത്തെ ഇടയ്ക്കൊക്കെ ഉള്ളായിരുന്നു, ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ടെന്ന് തോന്നുന്നു. ഉഴുന്ന് വട, പൈപ്പ് വട, ഏത്തക്കപ്പം ഇല്ല. ഉഴുന്ന് വട എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എനിക്ക് ഒരു ഉഴുന്ന് വടയും ചായയും. ഉഴുന്ന് വട,
നല്ല ചായ. ഇപ്പൊ മിക്കവാറും യാത്ര ചെയ്യുന്ന ചില വീഡിയോകളിൽ നിങ്ങൾ കാണുന്നുണ്ടാക്കിയ ഇതുപോലെ ചായയും കടിയൊക്കെ കഴിക്കുന്നത്. നേരത്തെ വർഷങ്ങളോളം എന്റെ വ്ളോഗ് കണ്ടവർക്ക് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടേയില്ല. കാരണം 2 വീലറിൽ പോകുമ്പോ ജോസേൻ ഇടയ്ക്ക് ചായ വേണോന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടേ വേണ്ട വീട്ടിലെത്തിയാൽ മതി എന്ന് പറയാം. കാരണം ഇടയ്ക്ക് ഇറങ്ങാൻ മടിയാണ്. പക്ഷെ ഇപ്പൊ 4 വീലർ ആയതുകൊണ്ട് അതിനകത്ത് കൊണ്ടുതരും, ഇരുന്ന് കുടിച്ചാൽ മതിയല്ലോ. എനിക്ക് പുറത്തിറങ്ങി അവിടെ പോയി നിന്ന് കഴിക്കുന്നതിനോടും കുടിക്കുന്നതിനോടും ഒട്ടും താല്പര്യമില്ല. അത് അന്നും ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല. ഇത് ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് അത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് നാളെ മനസ്സിലായോ പച്ചക്കറി മേടിക്കുന്നിടത്ത്? വീട്ടിൽ നിൽക്കുന്ന നിപ്പില് കൈലി ഇവിടത്തേക്ക് ഇറങ്ങിയതാ. ഇതുണ്ടൊക്കെ മേടിച്ച് എന്ത് വന്നോ. തന്നെ ചിരിച്ചോണ്ട് വരുന്നു. ഹസൻ പച്ചക്കറി മേടിച്ചോണ്ട് അവിടുന്ന് ചിരിച്ചോണ്ട് വന്ന എന്തിനാ? സഹിച്ചാനെ കണ്ട്. അല്ല, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ചിരിച്ചോണ്ട് വരുന്നു. എന്താണ്ട് ഓർത്ത് ചിരിച്ചോണ്ട് വരുമായിരുന്നു. അല്ല, കാര്യം പറഞ്ഞ് അല്ല, ഇവിടെ വരെ വന്നപ്പോ ചിരിച്ചോണ്ട് വരുമായിരുന്നു. അത് എനിക്ക് ചിരിച്ചൂടെ? എല്ലാരും പറയുന്നത് ഞാൻ ചിരിക്കത്തില്ല, ഞാൻ സംസാരിക്കുന്ന കേട്ടാല് ഭയങ്കര ഭീകരിയുടെ കൂട്ടൊക്കെയാണ്. അന്നേരം ജോസാന് ആദ്യം അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഇറിറ്റേഷൻ തോന്നിയില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് ഇപ്പം 3 വർഷമായില്ലേ, ഇപ്പൊ അങ്ങ് യൂസ്ഡ് ആയില്ലേ? അല്ല, ആദ്യം ഞാൻ കാര്യമായിട്ട് ചോദിക്കും. ആദ്യം എന്റെ സംസാര രീതി കേട്ടപ്പം ജോസാന് എന്ത് തോന്നി? ഇവളെന്തോ ഇങ്ങനെ സംസാരിക്കുന്നേ എന്നൊക്കെ തോന്നിയായിരുന്നു? അല്ല ജോസൻ, ഞാൻ നോർമലായിട്ട് ചോദിക്കും. എന്റെ സംസാര രീതി അങ്ങനെയാണ്. ഇപ്പം പക്ഷെ ഞാൻ എന്തോരം മാറ്റം ശ്രമിക്കുന്നുണ്ട്. സത്യം പറ, ഇപ്പൊ മാറിയോ ഇല്ലയോ ഇച്ചിരെങ്കിലും? ഒരു 100-20% നേരെ മറിച്ച് എന്നെ കണ്ടുപടി. അതാ ജോസെ പറയുന്നേ, ഓരോരുത്തരുടെ ഓരോ രീതിയുണ്ട്. ഓഫീസിലാന്നേലും ഞാൻ നല്ല സീരിയസ് ആയിരുന്നു. ആ ഒരിതും കൊണ്ട് ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെ അതങ്ങ് ലൈഫിലങ്ങ് കണ്ടിന്യൂ ആയതാന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ ഒത്തിരി മാറ്റമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എന്റെ സംസാര രീതിയും ബാസ് കൂടുതലാ. സംസാരിക്കുന്നത് ഭയങ്കര ബാസാ. ഇവിടെ അല്ലേ തിരിയേണ്ടത്? എവിടെ പോവാ? അയ്യോ, എന്തുവാണെന്ന് പറയണേ? ഞാൻ വിചാരിച്ചത് എവിടെ പോവാ, ഇനി ഉടനോട്ടത്ത് പോവാന്ന് തോന്നുന്നു. എന്തിന്? മനഃപൂർവ്വമായിരുന്നേ ഇവിടെ വരണ്ടിയിട്ട്. ഇതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വർക്ക്ഷോപ്പാണ് കേട്ടോ, ഗ്രീൻ വാലി വർക്ക്ഷോപ്പ്. പ്രൊമോഷൻ ഒന്നും അല്ലേ, കാരണം ഞാൻ പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തിരക്കുള്ള ഒരു വർക്ക്ഷോപ്പാണ്. അവിടുത്തെ അച്ഛനാണിത്. ഇപ്പൊ കാറിന്റെ ആ വൈപ്പർ ഉണ്ടല്ലോ, അത് വൈപ്പ് ചെയ്യുമ്പോൾ ആ ഗ്ലാസ്സിൽ സ്ക്രാച്ചസ് വരുന്നു. അത് കാണിക്കാൻ വേണ്ടി വന്നേ. അന്നേരം അത് നന്നായിട്ട് കുരഞ്ഞു പോയി, പുതിയത് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ പുതിയത് ഇടുവാണ്. 4 വീലർ ആയാലും 2 വീലർ ആയാലും അത് മേടിച്ചു കഴിഞ്ഞിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമാണ് പാട് കേട്ടോ. പ്രത്യേകിച്ച് ജോസാന്റെ ഒരു വണ്ടി കിട്ടിയാൽ നല്ല പുതിയതുപോലാണ് അതിനെ തേച്ചും എനിക്ക് സൂക്ഷിച്ചു വെക്കുന്നത്. ഞാൻ എപ്പോഴും പറയാം, ജോസാൻ ഉപയോഗിച്ച വണ്ടികൾ ആർക്കെങ്കിലും കൊടുത്താലും എന്താണ് ബുള്ളറ്റൊക്കെ ഒന്ന് കാണണം, നല്ല പുത്തനായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴും തേച്ച് തുടച്ച് കഴുകി മിനുക്കി. 4 വീലർ ആണേലും അതുപോലെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോഴൊക്കെ പറയാം, ഓരോ പാർട്സ് ഒക്കെ മാറുമ്പോഴും ഓരോന്ന് ഫിറ്റ് ചെയ്യുമ്പോഴും എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയത്തില്ല, അത് വേറെ കാര്യം. എങ്കിലും എനിക്ക് തോന്നുന്നു ഈ വണ്ടിയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധനം വേണ്ടിയത് നടക്കുമല്ലയോ? നടക്കട്ടെ. ഇത് ഈ ആഴ്ച മോള് പോകുമ്പോഴത്തേക്ക് സാധനം വേണം. നേരത്തെ പറയടാ എന്തൊക്കെയാണ്. മോള് അവൾക്ക് അന്നയ്ക്ക് പോകാനായിട്ട് സെറ്റാക്കി ടിക്കറ്റ് കിട്ടാത്തോണ്ടാ. നേരത്തെ മോക്കെല്ലായിടത്തും കൊണ്ടുപോയി. അവള് വന്ന് വെക്കേഷൻ വന്നു, വെക്കേഷനായി.
വന്നപ്പോ അത് കൊടുത്തോളാം. ആ അവള് നോക്കും പറയാം. പറഞ്ഞാൽ എല്ലാ സാധനവും ഉണ്ട്. ശരി ശരി, അത് നമുക്കറിയാമല്ലോ. ഓക്കെ. ആദ്യമൊക്കെ എന്റെ കയ്യിൽ നിന്ന് അച്ചാറുകളും സാധനങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്ന യൂട്യൂബ് വഴി പരിചയമുള്ളവർ മാത്രമായിരുന്നു വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ധാരാളം പേര് അറിഞ്ഞ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഈ കൊട്ടാരക്കര ഏരിയയില് ഓടനാവട്ടം ഇങ്ങനെയൊക്കെ പലയിടത്തു നിന്നും ചെങ്ങമനാട് കിഴക്കേ തെരുവ് ഇങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലും ഇത്രയും വായിൽ വന്നേ ഉള്ളൂ കേട്ടോ സ്ഥലങ്ങള്. അപ്പൊ അവിടെ നിന്നൊക്കെ ചോദിച്ചറിഞ്ഞ് പലരും വന്ന് മേടിക്കാറുണ്ട്. അപ്പൊ ഈ അച്ചാന്റെ മക്കൾക്കും വിദേശത്ത് പോകാൻ നേരം അച്ചാറുകളെല്ലാം എന്റെ കയ്യിൽ നിന്നാണേ മേടിക്കുന്നത്. അതേക്കുറിച്ച് പറയുമായിരുന്നു. മറ്റേത് പോറിൽ വീഴുന്നു ക്ലാസ്സിന്. അപ്പം ഞാൻ അച്ഛന് വിളിച്ചായിരുന്നു. ഒരു പറഞ്ഞ അത് തേഞ്ഞ് പോന്നെയാന്ന് പറഞ്ഞു. ഇപ്പം നോക്ക് നോക്ക്, അതാ ഓരോന്നിനും ഇതുണ്ട്. മണി 5. മണി 5 ഞാൻ അവിടുത്തെ മാനേജരുമ്പോൾ യോസന്റെ കട 4 മണിക്ക് തുറക്കേണ്ടതാ. ഓ എന്ത് ചെയ്യാനാ. യോസന്റെ ഈ ഒരു സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത്. എന്തോ ബെഞ്ചി? എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ പറയണം നമുക്ക് ഇവിടെ വരെ പോയിട്ട് പോകാതെ. ഞാൻ അവിടുന്ന് താണ്ട നമ്മുടെ വഴി ഇതാ. അയ്യോ എന്ത് പറ്റിയെന്നപ്പോ അയ്യോ ഞാൻ മറന്നുപോയടേ, നമുക്ക് ഇവിടെ അങ്ങ് തിരിക്കാം. അങ്ങനെ ഇത്രയും കള്ളം പറയേണ്ട ആവശ്യം എന്തോ. ദിവസം ഒരു 10 കള്ളം പറഞ്ഞില്ലെങ്കിൽ ജോസൻ ഉറക്കം വരത്തില്ല. പിന്നെ അതെന്തോ കള്ളമല്ലാതെ. അതിന് എന്റെ നാട്ടിലൊക്കെ കള്ളം എന്നാ പറയുന്നേ. അതിന് വേറെ വാക്കൊന്നുമില്ല, കള്ളം എന്നല്ലാതെ. നമ്മുടെ വഴിയിലോട്ട് തിരിയേണ്ടടുത്ത് തിരിയാതെ വണ്ടി നേരെ പോയപ്പം ഞാൻ വലിയായിട്ട് പറയുമ്പോ അയ്യോ ഇത് എങ്ങോട്ടാ പോന്നെ, നമുക്ക് ഇവിടെ തിരിയണ്ടേ. അപ്പോഴത്തേക്ക് ഒരാളുടെ അഭിനയം കാണണം. അയ്യോ ഞാൻ മറന്നുപോയി, വാ നമുക്ക് ഇവിടെ അങ്ങ് തിരിക്കാം. വേണ്ടേ? അതിന് കള്ളം എന്ന് പറയും. ഞാൻ ഇങ്ങനെയുള്ള കള്ളമൊന്നും പറയാറില്ല. കഴിവതും കള്ളം പറയലെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാ ഞാൻ. ജോസേന് ദിവസം ഒരു കള്ളം പറഞ്ഞില്ല ഉറക്കം വരത്തില്ല. ഇത് ക്ലാസ് ഇത് രാവിലെ വന്ന് ഞാൻ ചോദിച്ചത്. അത് കാർ കൊണ്ടല്ലായിരുന്നില്ല, വെളിച്ചെണ്ണ കൊടുക്കാൻ പോയപ്പോഴേ പോസ്റ്റ് മാസ്റ്ററിന് വെളിച്ചെണ്ണ കൊടുക്കാൻ പോയിട്ട് ഞങ്ങളുടെ കനാല് തുറന്നതിന്റെ അടയാളം ദണ്ട് കണ്ടോ വെള്ളം ചാടുന്നേ. ആരും കണ്ടില്ല, ഞാൻ എടുത്തു. ഒറ്റ കുഞ്ഞുങ്ങളും കണ്ടില്ല. അയ്യോ ഇന്നത്തെ ദിവസവും പോയി. ഈ ജോസൻ എന്നെ എവിടേക്കാണോ കൊണ്ടുപോന്നേ. ഒരു ദിവസം വീട്ടിൽ ഇരിക്കാന്ന് വെച്ചാ ഞാൻ പറഞ്ഞ വരണ്ടാ, ഞാൻ മെനഞ്ഞാന്നേ ഞാനാണെ പറിക്കത്തുമില്ല. ഞാൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല, മോനങ്ങ് പോയിട്ട് വാ. വേണ്ട നീ ഇവിടെ ഉണ്ടല്ലേ ഒക്കത്തുള്ളൂ. പിന്നെ അല്ലാതെ ഒരാളെ കൊണ്ട് ഒക്കൂ. ഞാനില്ലായിരുന്നുണ്ടോ ദിവസം അതുപോലെ തിരിച്ചു വന്നേനെ പറിക്കാൻ പറ്റത്തില്ല പറഞ്ഞു. നല്ല മുരിങ്ങിയത്, കാരണം പൊന്തനായിട്ടും അത് മുറ്റിട്ടില്ല. ഇല്ല നല്ല മുരിങ്ങിയത് പറഞ്ഞോണ്ട് എല്ലാരും ഇരിക്കുന്നത്. ഇച്ചൂടെ കഴിഞ്ഞാൽ പെട്ടെന്ന് വലിയ മുറ്റുന്നേ. ഓരോ ദിവസത്തെ വളർച്ച ഇതിന്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി. ദൂട്ട കാണുന്നതാണ് നമ്മുടെ വീട്. കനാല് നിറഞ്ഞു പോന്നു. അപ്പൊ എന്തായാലും വീട്ടിലെത്തി. വൈകിട്ട് തലയിൽ കുറച്ച് എണ്ണ തേക്കാമെന്ന് വെച്ച്. നിങ്ങൾ വിചാരിക്കും എണ്ണ തേക്കുന്നതാണോ വലിയ ആനക്കാര്യം? അതൊന്നുമല്ല. കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു ബോംബെയിൽ നിന്ന് വന്ന ശേഷം ആദ്യം ഞാൻ ചെയ്തത് ചെമ്പരത്തി നട്ടുപിടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് ഉദ്ദേശം മിക്കവാറും തലയിൽ താളി തേക്കണം, അല്ലെങ്കിൽ ചെമ്പരത്തി പൂ യൂസ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തോടാണ് വെച്ച് പിടിപ്പിച്ചത്. പക്ഷെ ഇത്രയും വർഷമായിട്ട് ഒറ്റ ദിവസം പോലും ഞാൻ താളി ഉണ്ടാക്കിയിട്ടില്ല. ചെമ്പരത്തി ഇല കൊണ്ട് താളി നമ്മുടെ തലയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഏറ്റവും നല്ലൊരു കണ്ടീഷണറാണത്. അങ്ങനെ എല്ലാവർക്കും അറിയാലോ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്റെ കുഞ്ഞിലെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഒരു ആഘോഷം പോലെ ആയിരുന്നു. 3 മണി ആയാല് 4 മണിക്ക് മുമ്പേ കുളിച്ചിരിക്കണം. അത് അമ്മയുടെ ഒരു ടൈം ടേബിൾ ആണ്. അപ്പൊ 3 മണിയാകുമ്പോഴേ വലിയൊരു ചരിവ് എടുക്കും, അതിനകത്ത് മൊത്തം ഇതുപോലെ ചെമ്പരത്തിയില പറിച്ചിടും. ഇതും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ഞി ഉണ്ടല്ലോ, തലയണയൊക്കെ ഉണ്ടാക്കുന്ന പഞ്ഞി കായ പറിക്കുന്ന മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ ഇല കൊണ്ടും താളി ഉണ്ടാക്കാം. അപ്പൊ അതൊക്കെ അന്നത്തെ ഒരു ശീലമായിരുന്നു. പക്ഷെ അത് മുടിയിൽ അറിയാനും ഉണ്ടായിരുന്നു കേട്ടോ. മുംബൈ പോകുന്ന സമയത്ത് നല്ല കട്ടിയുള്ള മുടിയായിരുന്നു എന്റേത്. മുട്ടറ്റ മുടിയിലേലും അതിന്റെ തൊട്ട് മേളിൽ വരെ നിൽക്കുമായിരുന്നു കേട്ടോ. അത്രയ്ക്കും മുടിയുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയി വെള്ളം മാറി, ലൈഫ് സ്റ്റൈൽ മാറി.
ഏറ്റവും കൂടുതൽ പുറത്തു പോകുന്നവരുടെ ആദ്യം മുടിയാണ് കൊഴിയുന്നത്. കാരണം ക്ലോറിൻ വെള്ളം അതിന്റെയാണ്. അത് കഴിഞ്ഞ് പിന്നെ വളർന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതിനുവേണ്ടി താളിക്ക് വേണ്ടി കുറച്ച് പറിച്ചു വെച്ചു. അതിനുശേഷം വൈകിട്ട് മുറ്റം തൂക്കൽ, മേശ അന്ന് നമ്മള് ബിരിയാണിയൊക്കെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പം ഇങ്ങോട്ട് മാറ്റിയിട്ടതായിരുന്നു. അതിനുശേഷം ഒതുക്കിയിട്ടില്ല, അതെല്ലാം ഒതുക്കിയിട്ടു. ഇപ്പൊ വീണ്ടും കുറച്ചുകൂടെ മാറ്റങ്ങളുണ്ട് കേട്ടോ, അത് വരും ബ്ലോഗുകളിൽ കാണാം. അപ്പോ നിങ്ങളിൽ ആരൊക്കെ ഇങ്ങനെ താളി യൂസ് ചെയ്തിട്ടുണ്ടെന്നൊന്ന് പറയണേ. കാരണം ഞാന് ബോംബെന്ന് വന്നപ്പോ എന്താണ് ബോംബെയിലുള്ള സമയത്ത് ചിന്തിക്കുമായിരുന്നു, ഞാൻ നാട്ടിൽ സെറ്റിലായാല് ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഉണക്കി പൊടിച്ചു വെക്കും, ചെമ്പരത്തി പൂ ഉണക്കി വെക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഒന്നും ചെയ്യത്തില്ലെന്നേ. അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ച. ഈവൻ ഞാന് പുറത്തുള്ളപ്പോൾ ചെമ്പരത്തിയുടെ താളി ആമസോണിൽ നിന്ന് മേടിക്കാനായിട്ട് കാർട്ടിൽ വരെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഗുണമുള്ള സംഭവമാണല്ലോ. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു കാര്യം എന്താണ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ കയ്യിൽ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ ഇല്ല. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ തലയിൽ നല്ലതുപോലെ എണ്ണ തേച്ചിട്ടുണ്ട്, ഡീപ്പ് ഓയിൽ എന്ന് തന്നെ പറയാം. അതിനുശേഷം കൈക്കല തുണി, അതായത് നമ്മള് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഉരുളിയൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഈ തരം തുണികളാണ് യൂസ് ചെയ്യുന്നത്. അടുക്കളയിലും യൂസ് ചെയ്യാറുണ്ട് കോട്ടൺ തുണികൾ, ഇതുപോലെ കഴുകി ഉണക്കി വെച്ചിരിക്കും. അപ്പോ അതിനുശേഷം ഇത് കണ്ടിട്ടുണ്ടല്ലോ, അഗർബത്തി, നമ്മുടെ ചന്ദന തിരി കുത്തിവെക്കുന്ന ഒരു സംഭവം ഞാൻ മേടിച്ചത് നല്ല യൂസ്ഫുൾ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. ഞാൻ ഈ വീഡിയോയിലും ടാഗ് ചെയ്തേക്കാം. താല്പര്യമുള്ളവർ മേടിച്ചോളൂ, നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ സ്ഥിരം ഇതാണ്, രാവിലെ എണീറ്റാൽ ഒരു തിരി കത്തിച്ചു വെക്കുക. വൈകിട്ട് കൊതുശല്യം മിക്കവാറും കാണും. കൊതുവിന്റെ ഒരു തിരിയാണ് കേട്ടോ, നമ്മുടെ കടയിൽ പ്രത്യേകം ഉള്ളതാണത്. ധാരാളം പേര് എന്റെ അത് മേടിച്ചിട്ടും ഉണ്ട് കേട്ടോ, ഇത് വീഡിയോ കണ്ടിട്ട്. അപ്പൊ താളി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഒന്നിൽ അരകല്ലയിൽ വെച്ച് അരയ്ക്കാം, മിക്സിയിൽ അടിച്ചെടുക്കാം, കൈവച്ച് ഇങ്ങനെ ഉരച്ചെടുക്കാം. എനിക്ക് കൈവച്ച് എടുക്കുന്നതാണ് ഇത്തിരി കൂടി എളുപ്പം. ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. കൊഴുപ്പനുസരിച്ച് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. സാധാരണ കുഞ്ഞിലെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ചരുവത്തിന് വലിയ മുക്കാച്ചരുവും വെള്ളം എടുക്കും, അത് മൊത്തം താളി എടുത്തിട്ട് മുടി ഫ്രണ്ടിലോട്ടിട്ട് ഒലയ്ക്കുമല്ലോ, അത്രേ പരുവത്തിനായിരിക്കും താളി എടുക്കുന്നത്. ഇത് അങ്ങനൊന്നും എടുത്തിട്ടില്ല, തലയിൽ പുരട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ളതേ എടുത്തിട്ടുള്ളൂ. നല്ല കൊഴുത്ത വെള്ളമാണ് കേട്ടോ. പക്ഷേ ഞാൻ തലയിൽ ഭയങ്കരമായിട്ട് ഓയില് ചെയ്തത് കൊണ്ട് ഇത്രയും താളിയിൽ എന്റെ തലയിലെ ഓയില് പോയില്ല കേട്ടോ. കാരണം ഇച്ചിരി ഷാമ്പൂ കൂടി ഇട്ടെങ്കിലേ അത്രയും ഓയില് പോകത്തുള്ളൂ. പിന്നെ നോർമലായിട്ട് എണ്ണ തേക്കുന്നവർക്കാണെങ്കിൽ ഈ താളി ഉപയോഗിച്ച് കഴുകിയാൽ മതി. പിന്നെ കണ്ടീഷണറിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ഇത് നല്ലതാണ്, മുടി താരൻ പോവാൻ നല്ലതാണ്, തലയ്ക്ക് തണുപ്പ് കിട്ടാൻ നല്ലതാണ്, നല്ല ഗ്ലോ ആവും. ഇതൊക്കെ ധാരാളം ഗുണങ്ങളുള്ളതാണ് ചെമ്പരത്തി. എന്തായാലും ഒത്തിരി ലേറ്റായി. അപ്പൊ ഞാൻ എന്തായാലും എല്ലാ ജോലിയും കഴിഞ്ഞ് ആണ് കുളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നും പതിവ് തെറ്റിച്ചില്ല. അതിനുശേഷം രാത്രിയിലത്തെയും കൂടെ ഉണ്ടാക്കിയ ശേഷം കുളിക്കാമെന്ന് വെച്ച് താളിയെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇന്ന് ഞാൻ മില്ലറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്ന മില്ലറ്റ് ആയിട്ടുണ്ട്, മില്ലറ്റിന്റെ മിക്സ് ഉണ്ട്, എങ്ങനെ വേണേലും ഉണ്ട്. അപ്പൊ ഇപ്പൊ കൂടുതലും രാത്രിയിൽ മില്ലറ്റ് ആയിരിക്കും കേട്ടോ. ഇന്ന് ഞാൻ എടുക്കുന്നത് ചാമയാണ്. അതിനകത്ത് ഇടാനുള്ള വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മില്ലറ്റ് മാത്രമായിട്ട് ചോറ് പോലെ വേവിച്ച് വേണമെങ്കിൽ അങ്ങനെ, കഞ്ഞി പോലാണെങ്കിൽ അങ്ങനെ, കുറച്ച് വേവിച്ച ശേഷം ഉപ്പുമാവ് പോലെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഞാൻ ചെയ്യുന്ന ഒരു വെർഷൻ. ആദ്യമൊക്കെ മില്ലറ്റ് ഞാൻ മണിക്കൂറുകൾക്ക് മുമ്പേ കുതിർക്കാൻ ഇടാറുണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ല, അന്നേരം തന്നെ കഴുകി കുക്കറിലിട്ട് വേവിച്ചെടുക്കുവാണ്. അപ്പോ 3/4 ഗ്ലാസോളം ചാമേരിയാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. എനിക്ക് തീനയും ചാമയും കൂടെ മാറിപ്പോ, അതുകൊണ്ട് ബോട്ടിലിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന്. എല്ലാം ഒരുപോലൊക്കെ ഇരിക്കുവാണ് ഈ സംഭവങ്ങൾ. അപ്പൊ ഞാൻ അതിനകത്ത് എന്റെ കൈ കിട്ടിയ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ബീൻസ്, ക്യാരറ്റ്, സവോള, പിന്നെ ഗ്രീൻ പീസ് കുതിർത്തത് കുറച്ചുണ്ടായിരുന്നു, ചെറുപയറല്ല വൻപയർ സ്പ്രൗട്ട് ആക്കിയത് കുറച്ചുണ്ടായിരുന്നു, അതും ഇട്ടിട്ടുണ്ട്. കറിവേപ്പില, ലേശം പൊടിക്ക് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി, പിന്നെ ഇത്തിരി എരിക്ക് വേണ്ടി ഞാൻ ഉണ്ടമുളകുണ്ടല്ലോ അതാണ് ഇട്ടിരിക്കുന്നത്. കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ പൊടി, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും വരാതിരിക്കാൻ കുറച്ച് കായം ചേർത്തിട്ടുണ്ട്. പിന്നെ ലേശം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, ഇത് എന്റെ ഒരു വെർഷനാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരു കഞ്ഞി പോലെ വെക്കുന്നത്.
ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കുക്കറിൽ വെച്ചൊരു 2-3 വിസില്. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ചാമയുടെ കഞ്ഞി റെഡിയാവും. എന്തുവാടി പെണ്ണേ രാത്രിയില്? ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകത്തില്ലേ നിന്നെ? അയ്യോടി എടിക്കിങ്ങണി, നീ ഇങ്ങനെ രാത്രിയിൽ എന്തിനാ ഏങ്ങി നടക്കുന്നേ? എന്തിനാടി കിങ്ങിണി നീ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നേ? നീ കിങ്ങിണിയാണോ? ഏടി കിങ്ങിണി, നിനക്ക് വൈകിട്ട് എന്തോ തരും ഞാൻ. ഇവിടെ കഞ്ഞിയാ കഞ്ഞി. കുഞ്ഞ് കഞ്ഞി കുടിച്ചുവോ? പാത്രത്തിൽ ഒഴിച്ച് തരട്ടെ കഞ്ഞി? പെണ്ണേ, നീ ഈ രാത്രി എന്തിനിറങ്ങി നടക്കുവാടി പെണ്ണേ? രാത്രി ഇങ്ങനെ പെൺപിള്ളേർ ഇറങ്ങി നടക്കരുത് കേട്ടോ. അതിനകത്തോട്ട് നിനക്ക് പ്രവേശനമില്ല കേട്ടോ. അവിടെ കഴിഞ്ഞ് എത്തി നോക്കിക്കോ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോവാ കേട്ടോ. ഞാൻ പോവാ കേട്ടോ. കുളിച്ചില്ല, എനിക്ക് ഒത്തിരി ജോലിയുണ്ട് പിന്നെ കേട്ടോ. കുളിക്കണം, കഞ്ഞി കുടിക്കണം, പാത്തിച്ചണം കേട്ടോ. കേട്ടോടി കേട്ടോടി കേട്ടോടി. എടി കിങ്ങണി, കിങ്ങണി സുന്ദരി എന്തിയേ? അവിടെ സുന്ദരിയല്ല കിങ്ങിണിയല്ല. ഇവിടെ മുളകും കുട്ടികൾ ബൾബ് പോലെ നിൽക്കുന്നു രാത്രിയിൽ. ചിങ്കാരിപ്പെണ്ണേ, അയ്യോ ഞങ്ങളുടെ കൊച്ച ഒങ്ങിപ്പോയി. അയ്യോ പാവം ഒങ്ങിപ്പോയി. ചിങ്ങാരിപ്പെണ്ണേ, മുറ്റുമണി പെണ്ണേ, അയ്യോടി ഒങ്ങിപ്പോയോടി. എടി കല്ലിപ്പെണ്ണേ, അടിച്ചാലും കൊന്നാലും പാവം. എന്ത് വിശ്വാസം ഉണ്ടായിട്ടാ ഇങ്ങനെ കിടക്കുന്നേ? നമ്മൾ വളർത്തുന്നതാണേ പിന്നെയും പറയാം. ഇത് വേറെ വീട്ടിലേക്ക് വന്ന് ഇത്രയും നമ്മുടെ തടുത്ത് കിടക്കുന്നതേ പാവം. ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്ത് വെച്ചതാണല്ലോ എഡിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം കുറേ നാള് ഇവളെ കാണുന്നില്ലായിരുന്നു കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുന്നേ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു മേളില് എന്തിയെ, അവര് സുന്ദരി എന്നാണല്ലോ വിളിക്കുന്നത്, ഞാനാണല്ലോ കിങ്ങിണി എന്ന് വിളിക്കുന്നത്. സുന്ദരി എന്തിയെന്ന് ചോദിച്ചപ്പോ അവിടെ ഉണ്ട്, അവൾക്ക് വയ്യെന്ന് പറഞ്ഞു. അതൊരു ശേഷം ഒരു 2 ദിവസം മുമ്പ് അവൾ ഇവിടെ വന്നിരുന്നു. അയ്യോ അതിന് തീരെ വയ്യ, എനിക്ക് തോന്നുന്നു ആരോ അതിനെ അടിച്ചതാണെന്ന്. ഇതിങ്ങനെ വീടുകളിൽ പോയി ഇണങ്ങുന്നത് കൊണ്ടേ ഏതേലും വീട്ടിൽ പോയി വാതുക്ക നിന്ന് കാണും. കള്ളത്തരം കാണിക്കുന്ന പൂച്ചയാണെന്ന് പറഞ്ഞ് നല്ല അടി കൊടുത്തിട്ടുണ്ട്. അതിനായാലും നടക്കാനും വയ്യ. ഇത് ഇവിടെ വരുന്ന സമയത്ത് ഇത് പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടിട്ട് അതിന്റെ യാതൊരു ലക്ഷണവും ഇല്ല. വയറ് കണ്ടിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന അതിന്റെ വയറ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾക്ക് ഞാൻ ചോറ് കൊടുത്തിട്ട് കഴിച്ചില്ല, വെള്ളം കൊടുത്തിട്ട് കുടിച്ചില്ല, ഒത്തിരി നേരം ഒന്നും എന്റെ അടുത്ത് നിന്നില്ല കേട്ടോ. ഇത് അന്ന് വന്നപ്പോ എടുത്ത വീഡിയോ അല്ല. അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല ഇതിനെ കണ്ടിട്ട്. അതുപോലെ അവശ നിലയിലെന്ന് പറയാം. അതിനെ കണ്ടിട്ട് എനിക്കൊരു സംശയം തോന്നി. അതിനെ അധികം നാള് കാണുമെന്ന് പോലും തോന്നുന്നില്ല. അതുപോലെ ഒരു വയ്യാഴിക അതിന്. എനിക്ക് തോന്നുന്നു വേറെ കള്ളിപ്പൂച്ചകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നേ. ആളുകൾക്ക് അറിയില്ലല്ലോ കള്ളത്തരം കാണിക്കുന്നതാണോ ഇണങ്ങുന്നതാണോ എന്ന്. അപ്പൊ കള്ളത്തരം കാണിക്കുന്നതാണെന്നും പറഞ്ഞ് അടി കൊടുത്തു കാണും. ഇത് പാവം ഓടത്തുമില്ല. നമ്മളിങ്ങനെ സ്നേഹിക്കുന്നോണ്ടേ ആ വാതൊക്കെ വന്നിങ്ങനെ നോക്കിയിരിക്കും. അത് ഉപദ്രവിക്കരുത്. കാരണം നമുക്ക് ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഇവിടെ വേറെ പൂച്ചകൾ ശല്യം ഉള്ളതുണ്ട്. പക്ഷെ ഞാൻ അടിക്കാറില്ല, ഓടിക്കാറുണ്ട്. അതായത് ചരൽ മണ്ണെടുത്തെറിഞ്ഞ് ഓടിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും ഇതുങ്ങളെ ഉപദ്രവിക്കത്തില്ല. കിങ്ങിണിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് അങ്ങ് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാല്, അന്ന് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതിനെ. അയ്യോ ഇപ്പോഴും ഭയങ്കര സങ്കടം അവളെ കാണാഞ്ഞ്. അപ്പൊ 2-3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടിരുന്നു. അതിനുശേഷം വെള്ളം കുറവായതുകൊണ്ട് തിളപ്പിച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു ഇത് എന്റെ ഒരു മെത്തേഡാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇത്രയൊക്കെ നിങ്ങൾ ചേർക്കണമെന്നും ഇല്ല. ഇങ്ങനെ ചേർത്ത് നോക്കിയാലും നല്ലതാണ്. തക്കാളി ഇഷ്ടമല്ലാത്തവർ ഇത് ചേർക്കണ്ട. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള്. ഇത് ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത്
കഴിക്കാം. പക്ഷെ ഞാൻ ഇതിന്റെ സൈഡ് ഡിഷായിട്ട് അച്ചാർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ അരി പോലും ഇങ്ങനെ ചെറുപയറൊക്കെ ഇട്ട് വെക്കുന്നവരുണ്ട്. പലരും അങ്ങനെ മസാല കഞ്ഞി പോലൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. ഞാൻ ചാമയിലും ചെയ്യാറുണ്ട്, തിനയിലും ഇങ്ങനെ ചെയ്യാറുണ്ട്, മണിച്ചോളത്തിലും ചെയ്യാറുണ്ട്, നമ്മുടെ മില്ലറ്റ് മിക്സ് ഉണ്ടല്ലോ അതിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഓരോ രീതി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങള്. വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. എന്തുണ്ടെങ്കിലും കമന്റ് ഇടാൻ മറക്കല്ലേ. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.